പൂവാസം പൂവാസം തോർക്കും മൂച്ച് കാത്ത് തീണ്ടി. ഒട്ടും പ്രതീക്ഷിക്കാതല്ലേ ഇന്നലെ അമ്പലത്തിൽ അങ്ങനെ ഒരു അടി ഉണ്ടായത്. കൊച്ചേട്ടനും ആകാശേട്ടനും കമന്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവന്മാരപ്പം തന്നെ പറഞ്ഞു വിട്ടു എന്നാ പറയണം. ഒന്നും പറയണ്ടാരും. ഇവിടെ നിന്ന് സന്തോഷമായിട്ട് എല്ലാവരും ഇറങ്ങിയെന്നറിയോ. കുട്ടികൾക്കാണെങ്കിൽ വലിയ കാര്യമായിരുന്നു അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ടെല്ലാം കൂടെ ഇങ്ങനെയായി. ആ കുട്ടിക്ക് പനിയും പിടിച്ചു. ആ വലിയേട്ടന്റെ ദേഷ്യം മാറിയെന്നറിയാൻ ഞാൻ രാത്രി ഭാമയെ വിളിച്ചിരുന്നു. അപ്പോഴാ അവള് പറഞ്ഞ സച്ചുട്ടിക്ക് പനിയാന്ന്. ഇന്ന് ഞായറാഴ്ച അല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. സത്യ, അങ്കിളുടെ 80ാം പിറന്നാളിന് വലിയ പ്ലാനിങ് ഒക്കെ ഉണ്ടോ, അതോ നമ്മൾ കുടുംബക്കാർ മാത്രം ചേർന്നിട്ടുള്ള ഫംഗ്ഷൻ ആണോ? ഒരുപാടൊന്നുമില്ല. സിദ്ധുവിനെ വിളിച്ച് പറയണം ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് പോരാൻ. പിന്നെ നമ്മുടെ അമ്പാടിയുടെ വീട്ടിലും കൂടെ പോയി ഒന്ന് അറിയിച്ചാൽ മതി. വലിയേട്ട അങ്ങനെയാണെങ്കിൽ ഇനി ഒരുപാട് ദിവസമല്ലല്ലോ. ഇന്നാണെങ്കിൽ ഞായറാഴ്ച അല്ലേ, അവർ ഫാമിലിയുടെ വീട്ടിലും കാണും. നമ്മളൊന്ന് ഫ്രീ അല്ലേ, നമുക്കൊന്ന് പോയി കണ്ട് പിറന്നാളിനെ വിളിച്ചിട്ട് വരാം. പറയുമ്പോൾ ഇന്ന് സൺഡേ അല്ലേ, അങ്ങനെയാണെങ്കിൽ അമ്മയും അച്ഛനൊന്ന് രാവിലെ അമ്പലത്തിൽ പോവും. നമുക്കും കൂടെ പോയി അവരെ അമ്പലത്തിലും കൊണ്ടുപോയിട്ട് നേരെ വരുന്ന വഴിക്ക് ഇവിടെ കയറാം. സത്യേട്ടാ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളും കൂടെ വന്നോട്ടെ. മീനുനാണെങ്കിൽ ഇന്ന് അംഗനവാടിയില്ലല്ലോ, അപ്പൊ അവളും അവിടെ ഉണ്ടാവും. വന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോയതേ ഇല്ലല്ലോ. സത്യ, അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞായറാഴ്ച ഇവിടെ എല്ലാരും ഇല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടെ അമ്പലത്തിൽ പോയിട്ട് നേരെ അങ്ങോട്ട് പോവാം. മാമവള് അമ്പടിയെ വിളിച്ച് പറ ഇന്ന് അങ്ങോട്ട് പോണ്ട, ഞങ്ങൾ വരുന്നു. ശരി അച്ഛാ, ഞാൻ അവനെ വിളിച്ച് പറഞ്ഞോളാം. സച്ചൂരി എഴുന്നേറ്റു. ഡീ, നിനക്ക് പനി എങ്ങനെയുണ്ട്? കുറവുണ്ടോ? വയ്യാത്തോണ്ട പിന്നെ ഞാൻ വിളിക്കാത്ത സമയം ഇത്രയെന്ന് അറിയോ? അച്ഛമ്മ പനിയൊക്കെ നന്നായിട്ട് കിടന്നുറങ്ങിയപ്പോ പമ്പ കടന്നു. വിളിക്കാത്ത നന്നായി. സച്ചേച്ചി വാ, ചായ കുടിക്കാം. എന്റെ കല്ല് മോളെ, അത് നമ്മൾ ആദ്യം പല്ല് തേക്കണ്ടേ. ഉറക്കം കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് കയറി പോന്നു. ചെല്ല് സച്ചൂട്ടി, ചെന്ന് പല്ല് തേച്ചിട്ട് വാ. എന്താ മമ്മി ഇത്, സയൻസ് വരെ ഇപ്പൊ പറയലുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പല്ല് തേക്കാനെന്ന്. ഞാൻ കുളിക്കാൻ മമ്മ പല്ല് തേച്ചോളാം. ആ, അത് ശരിയാ. സയൻസ് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, കുളിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന്. അല്ലെങ്കിൽ തന്നെ ശംഭു, അവളെ കുളിപ്പിക്കാൻ ഞാൻ ഉന്തി തള്ളി അവിടുന്ന്. ഇനി ഇതോടെ പറഞ്ഞോട്, കണക്കാവും. ഇതിനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോനെ. നീ ഇരിക്കെ, ഞാൻ ചായ എടുത്തോണ്ട് വരാം. അല്ല കല്ലു, ഇതെന്ത് പൗഡറാ? ആ, അത് അങ്കേട്ടൻ കൊണ്ട് വെച്ചതാ. പാലിൽ മിക്സ് ചെയ്ത് കുടിക്കാൻ. എന്തോ പ്രോട്ടീൻ പൗഡറോ അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു. ആഹാ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. നല്ല ഫ്ലേവറാ. ടേസ്റ്റുള്ള എന്ത് കണ്ടാലും നീ എടുത്ത് കഴിക്കോ. മര്യാദയ്ക്ക് വക്കിടി അവിടെ. ഓ, അവന്റെ ഒരു പ്രോട്ടീൻ പൗഡർ ഒരു വായിക്ക് കൊള്ളൂല. ഇതൊന്നും കഴിച്ചിട്ട് നിന്റെ ബോഡി മന വരാൻ പോണില്ല. മനസ്സ് നന്നാവണം. എന്റെ മനസ്സ് നന്നായില്ലെങ്കിൽ നിനക്കെന്താടി? അല്ല, തമ്പുരാട്ടിയുടെ പനിയൊക്കെ പോയോ? പനിച്ച് വിറച്ച് കിടന്നപ്പോ ഈ നാക്കൊന്നും അവിടെ കണ്ടില്ലല്ലോ. അതിന് ഞാൻ പനിച്ച് വിറച്ച് കിടക്കുന്ന അങ്കി എങ്ങനെയാ കണ്ടത്? അത് കല്ലു പറഞ്ഞു, അല്ലാതെ ഞാനെങ്ങനെ അറിയാൻ? സച്ചുട്ടി, ഇന്നാ ഈ ചായ കുടിച്ചോ. അതെ, അമ്മച്ചിറ്റപ്പന്റെ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ ചെന്ന് വേഗം റെഡി ആയിക്കോ. ഞങ്ങളിപ്പോ ഇറങ്ങും. അല്ലെങ്കിൽ നിനക്ക് ചായ എടുക്കട്ടെ? വേണ്ട വല്യമ്മായി, ചായ ഞാൻ ഒഴിവാക്കി. എനിക്ക് പാല് മതി. ദാ ഈ പൗഡർ അതിൽ മിക്സ് ചെയ്ത് തന്നാ മതി. പിന്നെ 2 മുട്ടയും പോരട്ടെ? അയ്യോ, നീ മുട്ട കഴിക്കോ? മുമ്പ് തരുമ്പോ കഴിക്കാറില്ലല്ലോടാ. അതുകൊണ്ട് ഇരുന്ന 2 മുട്ട ഞാൻ എടുത്ത് ശംഭുവിന് പുഴുങ്ങി കൊടുത്തു. ഇനിയിപ്പോ വാങ്ങിയാലേ ഉള്ളൂ. മണിക്കുട്ടി, ഇനിയിപ്പോ വാങ്ങാനൊന്നും കൊടുത്തേക്കണ്ട. വീട്ടിലേക്കല്ലേ നമ്മള് പോകുന്ന. അവിടെ നിന്ന് നല്ല നാടൻ മുട്ട എടുത്തോണ്ട് വരാം. അച്ഛൻ രാവിലെ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും പോയിട്ട് വരാന്ന്. അങ്കിക്ക് മുട്ട വേണമെങ്കിൽ നേരത്തെ പറയാതെന്താ, ഞാൻ ഷെയർ ചെയ്യായിരുന്നല്ലോ. പിന്നെ നീയോട്ട് എനിക്ക് ഒരു ഷെയറിങ്ങും ഇല്ല. പണ്ടേന്റെ കഞ്ഞിയിലെ പോറ്റല്ലേ തണ്ടി. നീ എന്തിനാ ശംഭുവിനെ നോക്കി പഠിപ്പിക്കുന്നേ? ഞാൻ ശംഭുവിനെന്നല്ല ആരെ വേണമെങ്കിലും നോക്കും. നിനക്കെന്താ? ദോണ്ട കാലത്ത് തന്നെ തുടങ്ങിയ അറിയാലോ എന്നെ. മര്യാദയ്ക്ക് പൊക്കോ രണ്ടും. അച്ഛമ്മ, വല്യമ്മ പറഞ്ഞു സച്ചേച്ചിന്റെ അടുത്ത് ചെന്ന് റെഡിയാവാൻ, അമ്പുചുറ്റപ്പന്റെ വീട്ടിൽ പോവാൻ. ഞാനും വന്നോട്ടെ. ഞാൻ ഒരുപാടായില്ലേ അങ്ങോട്ടൊക്കെ വന്നിട്ട്. നിങ്ങൾ പോകുമ്പോ എനിക്കും വരണം. അതിനെന്താ കല്ലു, ഇന്ന് സൺഡേ അല്ലേ, നിനക്ക് കോളേജ് ലീവ് അല്ലേ? അപ്പൊ നമുക്ക് എല്ലാവരും കൂടെ ജോളിയായിട്ട് പോയിട്ട് വരാം. ശംഭു, നീ വന്നിട്ട് കുറെ ആയില്ലേ, ചെന്ന് റെഡി ആയിക്കോ, നമുക്ക് പോവാം. സച്ചേച്ചിക്ക് ഓർമ്മയുണ്ടോ, പണ്ട് നിങ്ങൾ വരുമ്പോ വല്യമ്മ നമ്മളെ 4 പേരും കൊണ്ടുപോകുന്ന? അങ്കിയേട്ടിന് വാ, നമുക്ക് പോവാം. എനിക്കങ്ങ് വയ്യ അങ്ങോട്ട് വരാൻ. ഞാൻ അഖിലിനോട് പുറത്ത് പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. കല്ലുമോളെ, നമ്മുടെ ഫാമിലി ഗ്രൂപ്പ് ഇപ്പോൾ ഒട്ടും ആക്റ്റീവ് അല്ല. ഞാനൊരു വീഡിയോ ഇട്ട് എല്ലാവരെയും ഒന്ന് ഓണാക്കാം, നോക്കട്ടെ. കല്ലു പോകുമ്പോ വിളിക്കേ, ഞാനും വരാം. അങ്കിയേട്ടനല്ലേ പറഞ്ഞ അഖിലേട്ടനോട് പുറത്തു പോകുന്നു. പിന്നെന്ത് പറ്റി?
കല്ലു, നിനക്കറിയില്ലേ അങ്കിക്ക് പണ്ടേ നമ്മള് ഫാമിലി കഴിഞ്ഞിട്ട് എന്തേ ഉള്ളൂ അല്ലേ അങ്കി? എന്നാ ചെന്ന് റെഡി ആയിക്കോ. പണ്ടാരടങ്ങാൻ ഇവളുടെ ഫോണിൽ നിന്ന് അതെങ്ങനെയെങ്കിലും ഡിലീറ്റ് ആക്കണം. ആഹാ, രാവിലെ തന്നെ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടല്ലോ. ഞാൻ ഇറങ്ങിയപ്പോഴേ പറഞ്ഞതാ മഴയാ, ഇന്ന് പോകണ്ടെന്ന്. ആരും കേട്ടില്ലല്ലോ. മഴയാണെങ്കിൽ എന്താ, നമ്മള് കാറിനകത്തല്ലേ ഇരിക്കുന്ന, പുറത്ത് മഴ കാണാൻ നല്ല രസമല്ലേ? സച്ചു, കാറിന്റെ ഗ്ലാസ് അടക്കി. നിനക്ക് പനിയാ പെണ്ണെ, ഉള്ള മഴയൊന്നും കൊള്ളണ്ട. ആ മമ്മി. ഡാഡിക്ക് ഓർമ്മയുണ്ടോ പണ്ട് ഈ കായലിന്റെ ഫ്രണ്ടിൽ കൂടെ വരാൻ വേണ്ടി ഞങ്ങൾ 3 ആളും അടി വെക്കും? വലിയമ്മാവന് ഓർമ്മയുണ്ടോ ബൈക്കിന്റെ ഫ്രണ്ടിലിരിക്കാൻ ഞങ്ങൾ അടി കൂടുന്ന? ഓർമ്മയുണ്ടോന്നോ? നീയൊക്കെ ചില്ലറ പാടാണോ അന്ന് എന്നെ പെടുത്തിയത്? മീനു, അമ്മ, ദാ അവരെത്തി. എന്റെ മാമേച്ചി എത്ര നേരിട്ട് കാത്തിരിക്കുന്നറിയോ? ആ പെണ്ണാണെങ്കിൽ എനിക്ക് സ്വൈര്യം തന്നിട്ടില്ല. നിങ്ങൾ എവിടെ എത്തിയെന്ന് ചോദിക്കാൻ പറഞ്ഞിട്ട്. അതെനിക്ക് തോന്നി. ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും നിന്റെ ഫോൺ കോൾ കണ്ടിട്ട് അമ്പലത്തിൽ കയറി, അതാടാ ലേറ്റ് ആയത്. ഇങ്ങോട്ട് വരുന്ന വഴിക്കല്ലേ അമ്പലം, കേറാണ്ട് വരില്ലെന്ന് എനിക്ക് തോന്നി. സത്യേട്ടാ, ആകാശേട്ടാ, ആര്യേട്ടാ, ബാ എല്ലാരും. നമ്പ്യാർ സാറേ, അകത്തേക്ക് വാ. അല്ല മാമേ, ഇവിടെ കോഴി മാത്രല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇവൻ വീണ്ടും പശുവിനെയും വാങ്ങിയോ? അവന്റെ കാര്യല്ലേ, എപ്പോഴാ എന്താ വാങ്ങുന്ന് പറയാൻ പറ്റില്ല. ഇനി അടുത്ത് വരുമ്പോ കുതിരയായിരിക്കും ഈ ഉമ്മറത്തവൻ കെട്ടിയിടണ. ആഹാ, എന്നാ പൊളിക്കും. നെക്സ്റ്റ് ടൈം വരുമ്പോ നമുക്ക് എല്ലാവർക്കും ഓരോ കുതിര സവാരിയും കിട്ടും. ആ, എത്തിയോ എല്ലാരും? ഇരിക്ക്. സമയം വൈകുന്തോറും ഞാൻ കരുതി ഇനിയിപ്പോ ഇങ്ങോട്ട് വരില്ലാന്ന്. അതുകൊണ്ട് അവനെ വിളിച്ച് ചോദിക്കാൻ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഏയ്, വരാന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ വരാണ്ടിരിക്കോ? അമ്പലത്തിൽ തൊഴാൻ കയറിയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും മഴ നന്നായിട്ട് ഉറക്കാൻ തുടങ്ങി. പിന്നെ തോരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതാ താമസിച്ച. കാലത്ത് മുതൽ ഇരുണ്ട് മുടി കിടന്നപ്പോഴേ തോന്നിയതാ ഒരു മഴ എന്തായാലും പെയ്യുമെന്ന്. ലീലേച്ചി ഇരിക്ക്. നമ്പ്യാർ സാറേ ഇരിക്ക്, ചായ എടുക്കാം. അല്ലമ്പാടി, നിന്റെ പെണ്ണവിടെ? അവക്കിന്ന് അംഗനവാടി ലീവല്ലേ? ആ, ഇന്ന് ലീവാ. നിങ്ങൾ വരുന്നു പറഞ്ഞപ്പോഴേ അടുക്കളയിൽ കയറി എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. പൊന്നൂസേ, കിച്ചണിൽ നിന്ന് നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ. അമ്മ എന്താ ഉണ്ടാക്കുന്ന? ആഹാ, പൊന്നൂസിന് ഉള്ളിവട ഇഷ്ടാണോ? എന്നാ വേഗം വാ, നമുക്ക് പോയി നോക്കാം ഉള്ളിവട റെഡി ആയോന്ന്. അല്ലാമ്പോ, മോളിപ്പോ 2ാം ക്ലാസ്സിലായില്ലേ? ഒന്നേ ഉള്ളൂ. ഇനി ഒന്നുകൂടെ വേണ്ടേ നിനക്ക്? അയ്യോ ആകാശേട്ടാ, ഒന്നിനെ തന്നെ എന്നെ കൊണ്ട് വയ്യ. ഈ കുഞ്ഞിനെ ഇനി സഹിക്കാം, അതില് തള്ളേനെ സഹിക്കാനാ എന്നെ കൊണ്ട് പറ്റാത്തത്. അമ്പാടി, നമ്മള് കുറച്ച് കഴിയുമ്പോ പോവും. നീ ഇവിടെ തന്നെ കാണേണ്ടതാണ്. മാമേച്ചി, ഏട്ടത്തി വാ, നമുക്ക് അകത്തേക്ക് പോവാം. ഉള്ളിവട പൊളിച്ചെടുക്കുന്നുണ്ടല്ലോ. ആ, എത്തിയോ? ആഹാ, പണ്ടുണ്ടാക്കുന്ന അതേ ടേസ്റ്റ്. മീനിന്റെ ഉള്ളിവടയ്ക്കൊരു പ്രത്യേക ടേസ്റ്റാ. സത്യം പറ, ഇതെനിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ? കാലത്ത് ഇങ്ങോട്ട് നിങ്ങൾ വരുന്നു എന്ന് പറഞ്ഞ് ബാമേച്ചി ഫോൺ വിളിച്ച് വച്ചതും നിന്റെ ചിത്തപ്പന്റെ ഓർഡറാ. ചായക്ക് കടി ഉള്ളിവട മതി. എന്റെ മോക്ക് ഉള്ളിവടയാ ഇഷ്ടമെന്ന്. അവള് മാത്രല്ല മീനു, ഞങ്ങൾ ഉള്ളിവടയൊക്കെ കഴിക്കും അല്ലേ ബാമേ? അതിനെന്താ, ഇപ്പൊ കൊണ്ടുവരാം. ഇരിക്കേച്ചി. അപ്പോ അടുത്ത തിങ്കളാഴ്ചയാണ് നമ്പ്യാർ സാറിന്റെ 80ാം പിറന്നാള്. ഞങ്ങള് കുടുംബത്തോടെ അന്ന് അവിടെ ഉണ്ടാവും. സമയത്ത് വന്നിട്ട് പോവാൻ നീ നാട്ടുകാരനല്ല, വീട്ടുകാരനാ. ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും കൂടെ വേണം. അത് പറയാനുണ്ടോ? ഞാൻ നേരത്തെ അങ്ങോട്ട് എത്തിയിരിക്കും. എല്ലാരും ഇരിക്കെ, ഇനി ചായ കുടിച്ചിട്ട് സംസാരിക്കാം. എടി സച്ചൂട്ടി, ആ ചായ കൂടെ എടുത്ത് കുടിക്ക്. ഇവിടെ നിനക്കുള്ളത് തന്നെയാ, ആരും എടുക്കൂല. അല്ലാമ്പോ പുതിയ 2 അതിഥികള് പുറത്ത് നിപ്പുണ്ടല്ലോ. ഇപ്പൊ വാങ്ങിയതാണോ? ഈ ജോലി തിരക്കിനിടയില് നിനക്ക് ഇവറ്റകളൊക്കെ നോക്കാൻ കഴിയുമോ ചക്ക? അതിന് അവനാണോ നോക്കുന്ന ലീലേച്ചി? എല്ലാം എന്റെ മണ്ടയ്ക്കാ. അവനും അവന്റെ കെട്ടിയോളും രാവിലെ ഇറങ്ങും. കുഞ്ഞാണെങ്കിൽ സ്കൂളിലും പോവും. പിന്നെ ആ മിണ്ടാപ്രാണികളെ ഞാൻ തന്നെ നോക്കണം. ഇപ്പൊ ഇങ്ങനെയായോ ലീലാമോ? ഒരാവശ്യത്തിന് പുറത്ത് വാങ്ങിച്ചെന്നുള്ളത് ശരിയാ. അവസാനം തിരിച്ചു കൊടുക്കാൻ നിന്നപ്പോ ഈ അമ്മ സമ്മതിച്ചില്ല. ആ, ഇതിവിടെ സ്ഥിരം. അമ്മയെ കൊണ്ട് നോക്കാൻ പറ്റില്ലെങ്കിലും അമ്മ സമ്മതിക്കില്ല വാങ്ങിച്ച സാധനം കൊടുക്കാൻ. നിങ്ങള് ചായ കുടിക്ക്.
അങ്കിത്, താൻ എന്താ ഇവിടെ വന്നിരിക്കുന്ന? നിനക്ക് ചായ വേണ്ടേ? ഞാൻ ചായ കൂടി നിർത്തി. ചായ ശരീരത്തിന് അത്ര നല്ലതല്ല, അതുകൊണ്ട് ഞാനതങ്ങ് നിർത്തി. ചായ കൂടി നിർത്തിയെന്ന് വെച്ച് നിന്റെ ശരീരം നേരെ ആവാൻ പോകുന്നില്ല. അതിന് വേറെ പലതും നിർത്തണം. അല്ല, ഇതിപ്പോൾ ആരാ ഉപദേശിക്കാൻ വന്ന? കണ്ണി കണ്ട എണ്ണപ്പലഹാരമൊക്കെ വാരി കുത്തി കയറ്റി ഉരുണ്ടൊരു ബോൾ പോലെ ഗുണ്ടൂസായി നീ. എന്തോത് ഗുണ്ടൂസോ? ഞാനോ? ആ, വേണമെങ്കിൽ ഇവരോട് ചോദിച്ചു നോക്ക്. ഉരുണ്ടുരുണ്ട് ഒരു ബോൾ പോലായി ഗുണ്ടൂസ്. ഞാൻ ഉരുണ്ട് ബോളായ നിനക്കെന്താടാ? നീ എന്നെ പ്രേമിക്കാനൊന്നും വരണ്ട. എനിക്കറിയാം എന്റെ ശരീരം നോക്കാൻ. നീ എന്നെ പഠിപ്പിക്കണ്ട. നീ അല്ലടി ആദ്യം ഇങ്ങോട്ട് വന്ന ഞാനും പഠിപ്പിക്കും. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടാളും? കുറെ നേരെ കുഞ്ഞു പിള്ളേരെ പോലെ. സത്യം, എപ്പോ കണ്ടാലും ഇങ്ങനെ അടിവെക്കാൻ നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ? ഇവനല്ലേ എന്നെ ഗുണ്ടൂസ് എന്ന് വിളിച്ചത്? അത് നീ ഗുണ്ടു ആയോണ്ടല്ലേ നിന്നെ ഗുണ്ടൂസ് എന്ന് വിളിച്ച? ഒല്ല പിന്നെ ചെന്ന് കഴിക്ക്. കുറച്ചുകൂടെ വണ്ണം വെക്കട്ടെ. വാ കല്ലു, നമുക്ക് പോവാം. നീ എന്താടി അനാ നിൽക്കുന്ന? വാ, അവര് കഴിക്കാൻ വിളിക്കുന്ന കേൾക്കുന്നില്ലേ? ശംഭു, സത്യം പറ, ഞാൻ ഉരുണ്ട് ബോളായോ? ചെറുതായിട്ട്. അച്ഛമ്മയുടെ ഭക്ഷണം കഴിച്ചപ്പോ നീ ഇത്തിരി തടിച്ചു. ശരിക്കും ഞാൻ ഒത്തിരി വണ്ണം വെച്ചോ? അപ്പൊ അങ്കി പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാ ഇതടി നിനക്ക് ചേരുന്ന ഉണ്ട കണ്ണും തുടുത്ത കവളും പണ്ടത്തെ +2 സച്ചൂട്ടിയായി നീ ഇപ്പോ. വാ കഴിക്കാം. പൊന്നൂസ് എപ്പോഴും നിങ്ങളെ വന്ന് വിളിക്ക. നിങ്ങൾക്കൊന്ന് അനങ്ങി നടന്ന് വന്നൂടെ പിള്ളേരെ? പിള്ളേരല്ലേ വാമേച്ചി, അമ്മ അവർക്ക് കയറിയിട്ടോ. സച്ചുട്ടി, ചെന്ന് കൈ കഴുകിട്ട് വന്നിരിക്കെ. ചോറ് വിളമ്പി തരാം ഞാൻ. ഭവാനിയും മീനും രാവിലെ തന്നെ അടുക്കള കയറി നല്ല പണിയെടുത്തിട്ടുണ്ടല്ലോ. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഒരു സാധാ ഊണ് വെച്ചാൽ തന്നെ ഞങ്ങൾ കഴിച്ചോളൂലേ. ഏയ്, എപ്പോഴെങ്കിലും അല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന? അതിലും വല്ലപ്പോഴേക്കല്ലേ ഇവിടെ നിന്ന് കഴിക്കുള്ളൂ. അത് നന്നായിട്ട് തന്നെ കഴിക്കണം. അമ്മ ഇരിക്കെ. ഞാനും മീനും കൂടെ വിളമ്പിക്കോളാം. നിങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ ഇരുന്നോളാം. വേണ്ട മാമേച്ചി, സദ്യ ആകുമ്പോ എല്ലാരും ഒരുമിച്ചിരുന്ന് കഴിക്കണം. എല്ലാവർക്കും വിളമ്പിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. അതെ, ഭവാൻ ഇവിടെ വന്നിരിക്കെ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാം. ആ ശരി. ഇവനെ ഇപ്പോഴാണല്ലോ നമ്മള് കാണുന്ന. അപ്പൊ ഇവിടെ പട്ടിയുണ്ടോ? അല്ലാമ്പാടി, അടുത്ത പ്രാവശ്യം നമ്മളിവിടെ വരുമ്പോ നീ ഇവിടെ ഒരു ചെറിയ മ്യൂസിയം തന്നെ ഉണ്ടാക്കി വെക്കോ. സകല മൃഗങ്ങളും ഇവിടെ ഉണ്ടല്ലോ. ഏയ്, ഈ പട്ടി നമ്മുടെ അല്ല, അപ്പുറത്തെ വീട്ടിലെ സത്യേട്ടാ. ഇവളിവിടെ ചോറ് കൊടുക്കുമ്പോ അതിവിടെ വന്ന് കഴിച്ചിട്ട് പൊക്കോളും. അതിനെന്താ, ചെന്ന് അമ്മേനെയും അച്ഛനെയൊക്കെ കൂട്ടിക്കൊണ്ട് വാ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒളിച്ചു കളിക്കാം. സച്ചുച്ചിയും പോയി ഡാഡിനെയും മമ്മീനെയും ഒക്കെ വിളിച്ചോണ്ട് വരാം. കഷ്ടമുണ്ട് സച്ചോജി, ആ കുട്ടീനെ പറഞ്ഞ് പറ്റിക്കണ്ടായിരുന്നു. ഇനിയിപ്പോ ആ കുട്ടി അവരെയൊക്കെ വിളിക്കുമ്പോ കളിക്കാൻ വന്നില്ലെങ്കിൽ അതിന് സങ്കടാവൂലേ? ആര് പറഞ്ഞു ഞാൻ പറ്റിച്ചെന്ന്? ഞാൻ ശരിക്കും മനതാ. നമ്മളൊക്കെ ഒത്തുകൂടി എന്തെങ്കിലുമൊക്കെ കളിച്ചിട്ട് ഒരുപാടായില്ലേ. വാ, നമുക്ക് നമ്മുടെ മമ്മീനെ ഡാഡീനെ ഒക്കെ വിളിക്കാം, കളിക്കാം. മമ്മി പ്ലീസ് വാ. എന്നെ കൊണ്ടൊന്ന് വയ്യ, ഒന്ന് പോ പെണ്ണേ. ആരോ അമ്മായി. അയ്യോ, എനിക്ക് വയ്യ മോളെ. കഷ്ടമുണ്ട്, വല്ലപ്പോഴേക്കല്ലേ ഞങ്ങളോട് കളിക്കാൻ വിളിക്കണ. അതെങ്കിലും നിങ്ങൾക്ക് ഇതിൽ വന്നൂടെ? കല്ലുമോളെ, വിളിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെയാ, എന്ത് പറഞ്ഞാലും ഒരു കാലുവേദന. അല്ല, അതെന്തൊരു വർത്താനം? രാവിലെ മുതൽ രാത്രി വരെ നിങ്ങളുടെയൊക്കെ പിറകെ കിടന്ന് ഓടുന്ന ഞങ്ങൾക്ക് ഈ ഒളിച്ചു കളിയൊന്നും ഒന്നുമല്ല. അതെ, ഞങ്ങള് പെണ്ണുങ്ങളല്ല. നിങ്ങളോട് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളാ പറയുന്ന കാലുവേദന നടുവേദന. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. രണ്ടാളും വലിയമ്മാവനോട് വഴക്കിട്ടിട്ട് കാര്യമില്ല. അത്രയ്ക്കിതാണെങ്കിൽ കളിച്ച് കാണിക്കേ. സച്ചോട്ടി, ഞങ്ങൾ റെഡിയാ. ഞങ്ങളെ കളിപ്പിച്ച് തോൽപ്പിക്കാൻ നീ ഈ ആണുങ്ങളോട് പറയും. ഭാമേ, മണിക്കുട്ടി, എണീറ്റ് വാ. ഇന്ന് കാണിച്ചു കൊടുക്കണം ഞങ്ങളാണോ സ്ട്രോങ്, അവരാണോ സ്ട്രോങ് എന്ന്. അതിപ്പോ കാണാൻ മാത്രം ഒന്നുമില്ല. സ്ട്രോങ് അത് ഞങ്ങൾ തന്നെയാ. അമ്മാവ, വാ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കളിച്ച് ജയിക്കണം. നിങ്ങൾ ആണുങ്ങളൊക്കെ ഒരു ടീം, ഞങ്ങൾ പെണ്ണുങ്ങളൊക്കെ ഒരു ടീം. ആരാ ഏറ്റവും കൂടുതൽ സാറ്റടിക്കുന്നതെന്ന് നമ്മൾ കാണിച്ചു തരാം. കല്ലുമോളെ, വെല്ലുവിളി വേണോ? ഞങ്ങൾ ഇതൊക്കെ പണ്ട് ഒരുപാട് കളിച്ച് തഴമ്പിച്ച കളികളാ. അത് പണ്ടല്ലേ ഡാഡി. നമുക്കിപ്പൊ നോക്കാം ഏത് ടീം ജയിക്കുമെന്ന്. അച്ഛച്ച പറ, അച്ഛൻ ഏത് ടീമാ? ഞങ്ങളുടെ ടീമോ അവരുടെ ടീമോ? അച്ഛൻ രണ്ടൊരു ടീമുവാ. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നിങ്ങൾ 2 ടീമായിട്ട് കളിക്കുക. ആര് ജയിക്കും നമുക്കൊന്ന് കാണാം. ഇതിലിപ്പോ കാണാനൊന്നുമില്ല. ഏതായാലും പറഞ്ഞ സ്ഥിതിക്ക് ഇത് വെല്ലുവിളിയായിട്ട് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. വാ സത്യേട്ടാ, ആകാശേട്ടാ, വാ, നമുക്ക് കളിക്കാം. അങ്കി അവരോട് പറഞ്ഞോ.
എന്നാ ഓക്കെ, ഏറ്റവും കൂടുതൽ ആരെയാണ് കണ്ടുപിടിക്കുന്നത്, ആരാണ് സെറ്റ് അടിക്കുന്നത് നോക്കി നമുക്ക് വിജയെ തീരുമാനിക്കാം. അഹങ്കാരം ചില്ലറ ഒന്നുമില്ലല്ലോ അങ്കി. എന്നാൽ ഞങ്ങളും റെഡി. ആരാണെന്ന് വെച്ചാ അങ്ങ് എണ്ണിക്കോ. കാര്യങ്ങൾ ഇത്ര ആയ സ്ഥിതിക്ക് ഞാൻ എണ്ണിക്കോളാം. എനിക്ക് 2 ടീമും ഇഷ്ടമാണ്, കള്ളക്കളി കളിക്കൂല. അപ്പൊ ഞാൻ എണ്ണാം, നിങ്ങൾ ഒളിച്ചോ. ചിറ്റപ്പനാണ് എണ്ണുന്നെങ്കിൽ എനിക്ക് വിശ്വാസ. ചിറ്റപ്പൻ കള്ളക്കളി കളിക്കൂലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാ ഓക്കെ, എല്ലാരും കൂടെ ഒളിച്ചോ, ഞാൻ എണ്ണാൻ പോവാ. അതെ, കണ്ണ് പൊത്തി എണ്ണണം, ഇടക്കണ്ണിട്ട് നോക്കാൻ പാടില്ല. എനിക്കറിയാടേ, ഇപ്പോ ഒളി. 1 2 3 4. ഏയ് ഓടിക്കോ ഓടിക്കോ. അമ്മാവൻ ഇവിടെയാണ് വിളിച്ചിരിക്കുന്നത്. വിളിച്ചു കൂവാതെ പെണ്ണെ. 38 39 40 41 42. ഏയ് 42 ആയി, വേഗം ഒളിച്ചോ. I am safe. ഇതിനകത്ത് പെട്ടെന്നൊന്നും കയറി വരൂല. ഹലോ, ഹായ്. നിന്നോട് ആരടി ഇതിനകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞ? നിനക്ക് വേറൊരു സ്ഥലവും കിട്ടിയില്ലേ? അയ്യട മോനെ, ഞാൻ ആദ്യം ഇങ്ങോട്ട് കയറി വന്ന, പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോക്കോ. അതെ, ഒളിച്ചാലും ഒളിച്ചില്ലേ സെറ്റാണേ. അവിടെ എണ്ണി തീർന്നു. കുഴപ്പമില്ല, ഞാൻ ഇരുന്നോളാം. അവനും വഴിക്ക് വാ. ഇരുന്നോ. അമ്മ, നമ്മൾ ഈ ചെടിയുടെ ബാക്കിൽ ഇരിക്കണത് ചേട്ടൻ കണ്ടുപിടിക്കൂലേ? ഏയ്, അതിനുള്ള ബുദ്ധിയൊന്നും ആ ചെക്കനില്ല. നീ അനങ്ങാതിരുന്നാ മതി. ഏയ് അല്ല, ഇത് ആര്? ഏയ് പോടാ അവിടുന്ന്. ലീലാമോ സെറ്റ്. ആയിഷ് അച്ഛമ്മേനെ പൊക്കി. മിണ്ടാണ്ടിരിക്കടി അവിടെ. അങ്കി, എന്തു വന്നാലും നമ്മൾ എന്നെ ജയിക്കണം, അത് ഉറപ്പല്ലേ. ഞാൻ പുറത്തു പോയി വിളിക്കാം. നീ എന്തിനാണ് ഇവിടെ വന്നത്? ഓ, അളിയൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. അളിയനും അളിയനും ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ഓ, കണ്ടുപിടിച്ചു. നീയാ കാരണം ഞാൻ ഇവിടെ മര്യാദക്ക് ഒളിച്ചിരുന്നതാ. അയ്യടാ, ഇവിടെ ഇരുന്നോടാ അവൻ കണ്ടത്. ആകാശേട്ടനും ആലിനേട്ടനും ഞാൻ കണ്ടിട്ടുണ്ട് സെറ്റ്. ആഹാ, നിങ്ങളുടെ ടീമിൽ നിന്ന് 2 പേര് ഔട്ടായി. ഇത് ഞങ്ങൾ തന്നെ ജയിക്കും. അച്ഛമ്മ നിന്റെ ടീമാണ്. ആദ്യം അച്ഛമ്മനെ കണ്ടുപിടിച്ച, ബാക്കിയുള്ളതൊക്കെ വഴിയെ കണ്ടുപിടിച്ചോളും. അയ്യടാ, നമുക്ക് കാണാം. നീ നോക്കിയിരുന്നോ, ഞങ്ങൾ എന്നെ ജയിക്കും. അമ്മ ഇങ്ങ് പോര്, കണ്ടു. ഓ, ഭവാനി അമ്മേനെയും പൊക്കി. പെണെ, ഇവിടെ ഇരുന്ന് ഒച്ച വെക്കല്ലേ, ഇങ്ങോട്ട് വരൂ ഇപ്പോ. അയ്യേ, ശമ്പോട്ടിന് ഇത്രയും പേടിയുണ്ടോ? ഏയ്, ഇത് ഗെയിമല്ലേ, ഗെയിമിൽ ജയിക്കല്ലേ. അല്ലാണ്ട് എനിക്കാരും പേടിയൊന്നുമില്ല. ഞാനിതിനെ പേടിക്കുന്ന. അങ്ങനെ പേടിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചാ ശമ്പോട്ടൻ എന്നോട് സത്യം പറയോ? ഞാനല്ലെങ്കിലും ആരോടും കള്ളം പറയാറൊന്നുമില്ല. എന്താ നിനക്ക് ചോദിക്കാനുള്ള? സത്യം പറയണം. ശമ്പോട്ടിന് സച്ചിനെ ഇഷ്ടമാണോ? അതായത് എനിക്ക് ശമ്പോട്ടിന് ഇഷ്ടമുള്ള പോലെ. വാട്ട്? സച്ചുനെയോ? അവൾ എന്റെ ഫ്രണ്ടാ, ബെസ്റ്റ് ഫ്രണ്ട്. ഞാനിതിനാ അവൾ അങ്ങനെ കാണുന്ന. നേഴ്സിന് തൊട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പരസ്പരം നന്നായിട്ട് അറിയാന്നുള്ളതാ. നിന്റെ അച്ഛനും അച്ഛനും ഒക്കെ എപ്പോ വേണമെങ്കിലും തറവാട്ടിൽ കയറി വരാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സത്യനാരായണങ്ങളും. സച്ചുവിനെ എന്തുമാത്രം വിശ്വാസത്തോടെ എന്നെ ഏൽപ്പിച്ചെന്നറിയോ? സോറി, നിങ്ങൾ ഒരുപാട് ക്ലോസ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോ ശമ്പോട്ടൻ സച്ചിച്ച് നോക്കുന്ന കാണുമ്പോ എനിക്ക് അങ്ങനെ ഒരു ഫീല്. എനിക്ക് ധൈര്യമായിട്ട് അവളെ നോക്കാം, അവളുടെ അടുത്തിരിക്കാം. കാരണം ഒരിക്കൽ പോലും എന്റെ മനസ്സ് തെറ്റായ രീതിയിൽ അവളെ നോക്കിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ശമ്പോട്ടൻ എന്താ എന്റെ മുഖത്തേക്ക് സംസാരിക്കാത്ത? ഞാൻ സംസാരിക്കാൻ വരുമ്പോ ഒഴിഞ്ഞു മാറുന്ന? ആര് പറഞ്ഞു? അങ്ങനെയൊന്നുമില്ലല്ലോ. എനിക്ക് മനസ്സിലാവാനല്ലൊക്കെ മനസ്സിലായി. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇനി ഒളിക്കാൻ നോക്കണ്ട. ആരാണ് അതിനകത്ത് ഒളിച്ചിരിക്കണ? ഓഹോ, 2 ഉണ്ടല്ലോ. കല്ലു, ശംഭു, സാറ്റ്. നീ ഒറ്റ ഒരുത്തി കാരണം ഇപ്പൊ ചിറ്റപ്പൻ നമ്മളെ കണ്ടുപിടിച്ചത്. കണ്ടുപിടിച്ചാലും വേണ്ടില്ല, ഞാൻ ഹാപ്പിയാ. ഐ ആം സോ ഹാപ്പി. നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല, ഞാൻ പോവാ. ആഹാ, ദേ കേട്ടില്ലേ, കല്ലുവിനെ പൊക്കി. നിന്റെ ടീമില് വീണ്ടും ഒരാൾ കുറഞ്ഞു. എടപ്പോട്ട, ശംഭുവിന്റെ പേര് വിളിച്ച് പറഞ്ഞ് കേട്ടില്ലേ? അവൻ നിന്റെ ടീമാ. അവനും പോയി. മണിക്കുട്ടി, നമ്മൾ തന്നെ ജയിക്കണം. അവൻ അവിടെ നിന്ന് മാറിയ കണ്ണു തെറ്റിയ അപ്പൊ ഓടിക്കൊള്ളണം. അത് പറയാനുണ്ടോ? അവന്മാരൊക്കെ നമ്മൾ ഇത് തോപ്പിക്കും ഏട്ടത്തി. നിങ്ങളെന്തിനാ സത്യട്ട എന്റെ അടുത്ത് നിൽക്കുന്ന? അമ്മോട് നിന്നെ കാണാണ്ട് ഞാൻ പ്രൊട്ടക്ട് ചെയ്യണ്ടേ? എന്തോന്ന് ഇത്? പൊന്നു മനുഷ്യ, നിങ്ങൾ എന്റെ എതിർ ടീമാ. എന്നെ
നിങ്ങളാണോ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? ടീം ഏതായാലും ഞാൻ നിന്റെ ടീമാ. ഇയാളെ കൊണ്ട് അല്ല, ദാ അമ്പാടി വരുന്നു. ഇളിച്ചോണ്ട് നിൽക്കാതെ ഇങ്ങോട്ട് വാ പെണ്ണെ. അതെ, ഓടണ്ട, ഞാൻ കണ്ടു. ഇങ്ങ് പോര്. സത്യേട്ടൻ, ഭാമേച്ചി, സാറ്റ്. മണിക്കുട്ടി ഓടിക്കോ, അവൻ അവിടെ ഇല്ല. വേഗം ഏട്ടത്തി ഓടി വാ, ഞാൻ എപ്പോഴേ ഓടി. മണിക്കുട്ടി ആരു സാറ്റ്. ആഹാ, അവര് സാറ്റ് അടിച്ചല്ലോ. അത് പിന്നെ പണ്ടേ രണ്ടും മരം കയറികളല്ലേ. ഷേ, എന്റെ കണ്ണു തെറ്റിയതും രണ്ടാളും സാറ്റ് അടിച്ചു അല്ലേ? അല്ല, തുളസിതരുടെ ബാക്കിൽ ആരാ വിളിച്ചിരിക്കണേ? ഇങ്ങ് പോര്, അച്ഛൻ കണ്ടു. ചിറ്റപ്പൻ അവിടെ കാണുന്നില്ലല്ലോ. പതുക്കെ ചെന്ന് സാറ്റ് അടിക്കാം. എല്ലാരുമായി ഇനി ഞാൻ മാത്രമേ ആണുങ്ങളിൽ ബാക്കിയുള്ളൂ. സച്ചുട്ടി എവിടെ ഇരുന്നാലും ഒളിച്ചിരുന്നോ. അങ്കിനെ കണ്ടിട്ട് മാത്രമേ നീ പുറത്തു വരാവൂ. ഒന്നും നടക്കാൻ പോല, രണ്ടിനെയും ഞാൻ കണ്ടുപിടിക്കും. അമ്മമ്മയുടെ സൗണ്ട് അല്ലേ? അപ്പോ ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ. രണ്ടെണ്ണം എവിടെ പോയി ഒളിച്ചിരിക്കുന്ന? രണ്ടിനെയും കാണാനില്ലല്ലോ. സച്ചോട്ടി, போச்சு பொசுக்குன்னு உடஞ்ச എന്താ അവിടെ ചിറ്റപ്പൻ. അങ്കിൾ, നീ അവിടെ വെച്ച് പറഞ്ഞില്ലേ എന്നെ കാണാൻ ഗുണ്ടൂസിനെ പോലെയാണെന്ന്? ആണോ? ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. കള്ളം പറഞ്ഞതിന് പണിഷ്മെന്റ് ഉണ്ട്. ഇങ്ങോട്ട് വാടാ. സച്ചു, ഇനി എന്നോട് കള്ളം പറയാൻ വരുമ്പോ ഈ കടി നിനക്ക് ഓർമ്മ വരണം, കേട്ടല്ലോ? അതിന് നീ കടിച്ചത് എനിക്ക് വേദനിച്ചില്ല. എന്തോന്ന്? അങ്കി, നീയേ ഉള്ളൂ. നീ ഒരൊറ്റ ആള് സാറ്റ് അടിച്ചാ നമ്മുടെ ടീം ജയിക്കും. സച്ചുട്ടി പുറത്ത് വന്നിട്ട് നീ വരാവൂ. സച്ചി കേൾക്കുന്നുണ്ടോ? അങ്കേട്ടനാണ് ആദ്യം കാണണമെങ്കിൽ നമ്മള് ടീം ജയിക്കും. അതെ സച്ചു, നീ പുറത്ത് വരരുത്, ഒളിച്ചിരുന്നോ. ദാറ്റ് മീൻസ് അങ്കീനെ ആദ്യം ചിറ്റപ്പം കണ്ട ഞങ്ങളുടെ ടീം ജയിക്കും. സോറി അങ്കി, ബൈ. തള്ളരടി. ആഹാ, മോനെ അങ്കി. അങ്കി സാറ്റ്. ഡീ സച്ചോട്ടി, നിക്കടി. പോടാ തണ്ടി, എന്റെ പട്ടി നിൽക്കും. ഞാൻ പോയി. മര്യാദയ്ക്ക് നിന്നോ. ഞാൻ നിൽക്കൂല. സച്ചോച്ചനെ ഇന്ന് അങ്കേട്ടൻ കൊല്ലും, അത് ഉറപ്പാ. അവള് കാണിച്ച പണിക്ക് അവളെ കൊന്നില്ലെങ്കിൽ അതിശയം. സച്ചു നിക്ക്. എന്താ കയ്യിന്ന് വിടെ? എന്നെ കടിച്ചതും പോരാ, ചിറ്റപ്പൻ എന്നെ കാണിച്ചു കൊടുത്തു അല്ലേ? കടിച്ചത് തെറ്റ് ചെയ്തതിനുള്ള പണിഷ്മെന്റ് അല്ലേ? നീ കള്ളം പറഞ്ഞു, അത് തെറ്റല്ലേ? കള്ളത്തരം കാണിക്കുന്ന തെറ്റാണെങ്കിൽ നമുക്ക് രണ്ടാൾക്കും പണിഷ്മെന്റ് വേണ്ടേ? രണ്ടാൾക്കോ? അതിന് ഞാനെന്ത് കള്ളത്തരം കാണിച്ചു? ഇന്നലെ നൈറ്റ് ഞാൻ റൂമിൽ വന്നപ്പോ നീ ഉറങ്ങി കിടക്കുന്നതായിട്ട് കള്ളം കാണിച്ചില്ലേ? എപ്പോ? ഞാനൊന്നും അറിഞ്ഞില്ല, ഞാൻ നല്ല ഉറക്കമായിരുന്നു. കള്ളം. ഞാൻ നിന്നെ ഉമ്മ നോക്കുമ്പോ നിന്റെ കണ്ണ് ചുമന്ന് ഞാൻ കണ്ടതാ. നീ ഇന്നലെ ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഇല്ല, ഞാൻ ഉറക്കമായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ നിന്നെ ഉമ്മ വെച്ചെന്ന് പറഞ്ഞല്ലോ. നീ എന്താ എന്നോട് ദേഷ്യപ്പെടാത്ത? അതെ, അല്ല, നീ എന്റെ റൂമിൽ വന്ന ഇനി എങ്ങനെ എന്റെ റൂമിൽ വന്ന ഞാൻ ഡാഡിയോട് പറഞ്ഞു കൊടുക്കും. അറിയാലോ നിനക്ക് തന്നെ, ഞാൻ നിന്റെ ചേച്ചിയാ. സച്ചു. സച്ചേച്ചി, ആ കല്ലു, ഞാൻ ദാ വരുന്നു. സത്യ, വൈകുന്നേരം ആവാൻ പോവല്ലേ, നമുക്ക് ഇറങ്ങിയാലോ? ആഹാ, ഈ ചോദ്യം എന്താ ചോദിക്കാത്തെന്നാ ഞാൻ കരുതിയത്. അച്ഛന് സന്ധ്യ ആവുന്ന വീട്ടിലെത്തണം, അതിപ്പോഴും ഒരു മാറ്റവും ഇല്ല. പോവാനോ? കുറച്ചുകൂടെ ഇരുന്നിട്ട് പോയാ പോരെ? രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയാ പോരെ നിങ്ങൾക്ക്? ഇല്ല ഭവാനി, ഞങ്ങൾ ഇറങ്ങാം. വിശ്വേട്ടന് സന്ധ്യ ആവുന്ന വീട്ടിൽ കയറണം. ഇപ്പൊ അതൊരു ശീലമാക്കി വെച്ചേക്കുവാ. ഇല്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ ആളുടെ സ്വഭാവം തന്നെ അങ്ങ് മാറും. അങ്ങനെയാണെങ്കിൽ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട, നിങ്ങൾ ഇറങ്ങിക്കോ. ഏതായാലും തിങ്കളാഴ്ച ഞങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് വരാനിരിക്കുകയല്ലേ. എന്നാ ഇനി ഇതുപോലെ എപ്പോഴെങ്കിലും നമുക്ക് ഒരുമിച്ച് കൂടാം.
അച്ഛന്റെ പിറന്നാളിന് എല്ലാരും കൂടെ അങ്ങോട്ട് പോകുന്നേക്ക് നേരത്തെ വരണം. ഞങ്ങൾ ഇറങ്ങട്ടെ ഇപ്പോ. ചിറ്റപ്പ അച്ഛന്റെ പിറന്നാൾ കഴിയുമ്പോ ഞാൻ പോകും കേട്ടോ. അതിനു മുന്നേ നമുക്കൊന്ന് കൂടണം. അതിനെന്താ, നമ്പ്യാസാന്റെ പിറന്നാൾ കഴിയട്ടെ, നമുക്ക് ഇവിടെ ഒന്ന് കൂടാം. ഞാൻ വിളിക്കാൻ നിന്നെ. ഇപ്പൊ ചെല്ല്. നീ എന്താടി ചച്ചൂട്ടി ഒന്നും മിണ്ടാതെ നിൽക്കുന്ന? വന്ന സന്തോഷമൊന്നും മുഖത്ത് കാണാനില്ലല്ലോ. പോകുന്ന സങ്കടമാണെങ്കിൽ ഇവിടെ നിൽക്ക്. തിങ്കളാഴ്ച നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പോവാം. ഞാനിപ്പോ പോവാ മീനു. ഞാൻ പിന്നെ ഒരു ദിവസം വന്ന് 2 ദിവസം ഇവിടെ നിൽക്കാം. ഓക്കെ? ശരി, എന്നാ പിന്നെ സന്തോഷത്തോടെ ചിരിച്ചിട്ട് പോടി. നല്ല ആളായി പറയണ. ഇവള് 2 ദിവസം ഇവിടെ വന്ന് നിൽക്കാനോ? സത്യക്കുഞ്ഞ് വിട്ടതുപോലെ തന്നെ ഞാൻ എത്ര തവണ ചോദിച്ചിട്ടുണ്ട്. ഇനി അഥവാ വിട്ടാലും രാത്രി വരും എടുത്തോണ്ട് പോവാൻ. ആ, അതിനിപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. ഞങ്ങളുടെ അവിടെ വന്ന് നിന്നാലും സത്യേട്ടൻ രാത്രി വന്ന് അവളെ കൊണ്ടുപോകും. നാളെ കല്യാണം കഴിഞ്ഞൊരു വീട്ടിൽ പോവേണ്ട കൊച്ച. സത്യേട്ടൻ എങ്ങനെ അവളെ കാണാതിരിക്കും? അതിന് ഞാനിവളെ കല്യാണം കഴിച്ച് പറഞ്ഞേക്കുന്നില്ലല്ലോ. ഞാൻ മരുമോനെ എന്റെ വീട്ടിൽ കൊണ്ടുവരും, അല്ലേ സച്ചൂട്ടി? മതി, സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ ഡാഡി മോളും കാറി കയറിക്കോ. അതാ നമുക്ക് നല്ലത്. ശരി അമ്പു, അമ്മ ഇറങ്ങട്ടെ. അമ്പാടി ശരി എന്നാ അമ്മ പോട്ടെ. ആര്യ, നീ കാറെടുത്ത് മുന്നേ പൊക്കോ. ആ ഏട്ടാ, ഞാൻ വണ്ടി എടുക്കാം. സത്യം പറയാലോ, എപ്പോ അമ്മൂന്റെ വീട്ടിൽ പോയാലും സമയം പോകുന്നതേ അറിയില്ല. അമ്മയായാലും അവന്റെ ഭാര്യ ആയാലും ഒക്കെ നല്ല രസാ. ഇന്ന് ഞാൻ എത്ര പെട്ടെന്ന് വൈകുന്നേരം ആയ. ആരോടത്തി ആ പറഞ്ഞ ശരിയാ. ഇന്ന് തന്നെ നമ്മൾ എല്ലാരും കൂടെ ഒരുമിച്ച് നല്ല രസമുണ്ടായിരുന്നില്ലേ കളിയൊക്കെ. അവിടെ പോകുമ്പോ നമ്മളും കൊച്ചുകുട്ടികളായ പോലെ തോന്നിപ്പോവും. അതെന്താന്നറിയോ മണിക്കുട്ടി, നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ഇരിക്കുമ്പോ നമ്മളും കൊച്ചുകുട്ടിയായി പോവും. അവരങ്ങനെയല്ലേ നമ്മൾ സ്നേഹിക്കുന്ന. അത് അച്ഛൻ പറഞ്ഞ ശരിയാ. അല്ല ആകാശേട്ടാ, നമുക്ക് പോണ്ടേ? സമയം ഒരുപാടായി. വാ. ആ, നമുക്ക് ഇറങ്ങാം. അതല്ല, എന്റെ മോന്റെ ഉദ്ദേശം എന്താ? എത്ര നാളായി വീട്ടിൽ കയറിട്ടെന്നറിയോ? അങ്ങോട്ട് വരാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലേ? ഞാനില്ലെങ്കിലും നിങ്ങൾ ഹാപ്പി അല്ലേ? നിങ്ങൾ സന്തോഷമായിട്ടിരിക്കേ. ആ അതേടാ, വീട്ടിലിപ്പോ നല്ല സമാധാനമുണ്ട്. നിന്റെ അലപ്പില്ലല്ലോ അവിടെ. സന്തോഷം. അമ്മമ്മ, ഞാൻ കിടക്കാൻ പോവാ. ഗുഡ് നൈറ്റ്. കുട്ടേട്ടാ, അവന് കുറച്ച് സമയം കൊടുക്കൂ. അവൻ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. പിന്നെ ആകെ ഒരു സമാധാനം. പുറത്തൊന്നും പോയി കിടക്കുന്നില്ലല്ലോ. ഇവിടെ നിൽപ്പില്ലേ അവൻ? ഞങ്ങൾ വീട്ടിലെ സമാധാനമായിട്ടിരിക്കുന്നത് അവൻ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ള സമാധാനത്തില. അവൻ ഇഷ്ടമുള്ളപ്പോ വരട്ടെ. ആകാശേട്ടാ വാ, നമുക്ക് പോവാം. പാവം, അമ്മയ്ക്ക് വീണ്ടും മുട്ടുവേന തുടങ്ങി. അതങ്ങനെ പിള്ളേരുടെ കൂടെ കൂടി അങ്ങ് ഓടുമല്ലേ. ഇച്ചിരി മുട്ടുവേന വന്നെങ്കിൽ എന്താ? ലീലാമ്മയുടെ കൊച്ചു കാലൊക്കെ തടകി കൊടുത്തില്ലേ? ഇപ്പൊ മുട്ടുവേന പമ്പ കടന്നിട്ടുണ്ടാവും. മുട്ടുവേനയൊന്നും മാറിയിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ തടയി കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് ഒരു സന്തോഷ. ആ, അമ്മയ്ക്ക് മാത്രല്ല ഞങ്ങൾക്കും കാലുവേദനയൊക്കെ ഉണ്ട്. തടകി തന്നാൽ സന്തോഷാകും. ഓ, തടകിയാൽ മാത്രം മതിയോ അതോ വേറെന്തെങ്കിലും? അയടാ, തൽക്കാലം ഒന്നും വേണ്ട. ഞാൻ വെറുതെ പറഞ്ഞതാ. ഏയ്, അങ്ങനെ പറയല്ലേ. ഇങ്ങോട്ട് വാ, ഞാൻ പിടിച്ചു തരാം. സത്യേട്ടാ, കാലിൽ വിട്. ഞാൻ തമാശക്ക് പറഞ്ഞതാ. എനിക്ക് തമാശയല്ല, ഞാനത് സീരിയസ് ആയിട്ട് എടുത്തു. അത് പിന്നെ എനിക്കറിയാലോ, വായി എന്തെങ്കിലും വിടാൻ കാത്തിരിക്കാനോ. അല്ല, ആ ടേബിളിന്റെ പുറത്ത് എന്ത് ലെറ്ററാ കൊണ്ടുവച്ചത്? അതെന്നിട്ട് തുറന്നു നോക്കിയില്ലല്ലോ. ആ, അത് ഞാൻ മറന്നുപോയി. അത് നമ്മുടെ സച്ചൂട്ടിക്ക് വന്ന ലെറ്ററാ. പോസ്റ്റ്മാൻ എന്നെ കണ്ടപ്പോൾ എൻ്റെ കൈ തന്നു. ഇന്നത്തെ തിരക്കിനിടയിൽ അവളുടെ കയ്യിൽ കൊടുക്കാനും ഞാൻ മറന്നുപോയി, നോക്കാനും മറന്നുപോയി. അവൾക്കിപ്പോ ഇവിടുന്ന ലെറ്റർ. അല്ല, നിങ്ങളിത് ഓപ്പൺ ചെയ്ത് നോക്കിയില്ലേ? എന്തെങ്കിലും അർജന്റ് ആണെങ്കിലോ ഒന്ന് നോക്കിയെടുത്ത്. ആ, അർജന്റ് ആണെങ്കിൽ ഈ രാത്രി എന്നെ കൊണ്ട് കൊടുത്തേക്കാം. നോക്കട്ടെ എന്താന്ന്. ഇത് അപ്പോയിൻമെന്റ് ലെറ്റർ ആണല്ലോ. ഇവിടെ നമ്മളോട് പറഞ്ഞില്ലല്ലോ. സത്യേട്ടാ, ഇതെന്ത് പറ്റി? ലെറ്റർ എന്നെ തുറച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്ന എന്താ അതില്? സത്യേട്ടാ, എങ്ങോട്ടാ പോകുന്നത്? ഇതെന്ത് പറ്റി? chum 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 chum